Jazakallahu khairan, sir. That was appreciated. Now I would like to call Ibrahim Darimi, Ustad Ibrahim Darimi, to enlighten us with his few words. Over to you, sir. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികൾ, നമ്മുടെ ഈ സ്ഥാപനം ഭൗതിക വിദ്യാഭ്യാസവും ധാർമ്മിക വിദ്യാഭ്യാസവും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് രണ്ട് വിദ്യാഭ്യാസവും നിർബന്ധമാണ്. പ്രത്യേകിച്ച് ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നല്ല ഒരു ശതമാനം രക്ഷിതാക്കളും വളരെയധികം ദുഃഖിതരാണ്, പ്രയാസത്തിലാണ്. ഒരു ഭാഗത്ത് മക്കളില്ല എന്നുള്ള പ്രയാസം, മറ്റൊരു ഭാഗത്ത് ഉള്ള മക്കളെ കൊണ്ട് വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എന്നത് ഒരു ഭാഗത്ത്. അതിൻ്റെ കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, എല്ലാവരും അല്ലെങ്കിലും അധിക രക്ഷിതാക്കളും മക്കളുണ്ടായാൽ മക്കൾ സാലിഹാകണം, നല്ല മക്കളാകണം, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകണം എന്ന് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാത്ത ആളുകളാണ് അധികം ആളുകൾ. മക്കൾക്ക് എങ്ങനെയെങ്കിലും ഷവർമ കൊടുത്ത്, KFC കൊടുത്ത് എങ്ങനെയെങ്കിലും മക്കളെ ഒന്ന് വലുതാക്കി എടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് അധിക രക്ഷിതാക്കൾ. അതിൽ കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്ക് ചിന്തിക്കാത്തവരാണ് അധികം ആളുകൾ. ഈ കുട്ടികൾ എനിക്ക് ഉപകരിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ ഉപകരിക്കണം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മക്കളാകണം, നാളെ മരണാനന്തരം ഉപകരിക്കുന്ന മക്കളാകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ പലപ്പോഴും എത്താറില്ല. അവര് ആണായാലും പെണ്ണായാലും വഴിതെറ്റുന്ന സമയത്താണ് പലപ്പോഴും രക്ഷിതാക്കൾ പരാതിയുമായി പല ആളുകളെയും സമീപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുമ്പത്തെ പോലെയല്ല. ധാരാളം മദ്രസകളുണ്ടെങ്കിലും മദ്രസകളിൽ കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ സ്കൂളുകളിലും പേരിന് മാത്രം ഒരു മദ്രസയുണ്ടാകും. യൂതൻ്റെ മദ്രസയായാലും ക്രിസ്ത്യാനിയുടെ മദ്രസയായാലും മറ്റ് മതസ്ഥർ നടത്തുന്ന സ്കൂളുകളായാലും അവിടെ ഒരു പേരിന് ഒരു മദ്രസയുണ്ടാകും, നമ്മളെ പാട്ടിലാക്കാൻ വേണ്ടി. അതിൽ കവിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. രക്ഷിതാവ് വീട്ടിലേക്ക് വന്നാൽ അവൻ്റെ ഒരു ലാപ്ടോപ്പ് എടുത്ത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുത്ത്, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് അതിൻ്റെ മുമ്പിൽ എത്തിക്കാപ്പാണ്. ഉമ്മ മൊബൈലെടുത്ത് ഏതെങ്കിലും ഫുഡുണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കും.
മക്കളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അവര് ഗെയിം കളിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പ എന്താ കാണുന്നത് എന്ന് മക്കൾക്കറിയാം, മക്കൾ എന്താ കാണുന്നത് എന്ന് ഉപ്പാക്കും അറിയാം. പക്ഷേ അതിനെപ്പറ്റി എന്താ ചെയ്യലില്ല, ചിന്തിക്കലില്ല, ഒരു ശ്രദ്ധ ഇല്ല, ഒരു മാതൃകയും നമ്മുടെ മക്കൾക്ക് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഇന്നമാ അബവാഹു യുഹ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത്, ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതം നന്നാക്കിക്കൊണ്ടുള്ള ഒരു അവസ്ഥയിൽ, ഒരു ഫിത്രത്തിൽ, ഒരു നല്ല ശുദ്ധമായ പ്രകൃതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. പക്ഷേ അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും മജൂസിയാക്കുന്നതുമൊക്കെ അവന്റെ മാതാപിതാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നാം വളരെയധികം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. മറ്റുള്ളവർ എന്ത് ചെയ്തു, അവർ എങ്ങനെ മുടി വളർത്തി, നമുക്കും അതേ രൂപം വേണം. എങ്ങനെ വസ്ത്രം ധരിച്ചു, അതേ രൂപത്തിലാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. 1000-2000 ഉറുപ്പിക കൊടുത്ത് പാൻറ് വാങ്ങി, ആ വാങ്ങുന്നതും കീറിയ പാൻറ്റാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ. രക്ഷിതാക്കൾ അതിന് പ്രോത്സാഹനം നൽകുകയാണ്. ഇനി കീറിയില്ലെങ്കിലും ബ്ലേഡ് എടുത്ത് കീറുകയാണ്, അല്ലെ? പല കുട്ടികളുടെയും പാൻറ് കാണാം ബ്ലേഡിൽ ഇങ്ങനെ കീറിയതുപോലെ. ഇത് ആരുടെ സംസ്കാരമാണ് പ്രിയപ്പെട്ടവരെ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ലതത്തബിയന്ന സനന മൻ കാന ഖബ്ലകും. നിങ്ങളുടെ കഴിഞ്ഞു പോയ ആളുകളെ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു കാലം വരും എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. അവൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ മാർഗം പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതേ ഒരു അവസ്ഥയിലേക്ക്, പാശ്ചാത്യന്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഇബാദുർ റഹ്മാന്റെ ഗുണവിശേഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവര് പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്നനാ, ഞങ്ങൾക്ക് നീ അനുഗ്രഹമായി നൽകണമേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഖുർറത അയ്യുൻ, കൺകുളിർമ, സന്തോഷകരമായിരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ടവരെ, എന്താണ് കൺകുളിർമ എന്ന് പറയുന്നത്? A+ കിട്ടലല്ല, അല്ലെങ്കിൽ ഡിഗ്രി വാങ്ങിക്കൊടുക്കലല്ല. ഖുർറത അയ്യുൻ എന്ന് പറയുന്നത് കൃത്യമായി നമസ്കരിക്കുന്ന, കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്ന, കൃത്യമായി അല്ലാഹുവിനോട് എല്ലാ ബാധ്യതകളും നിർവഹിക്കുന്ന ഒരു തലമുറ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ അവാർഡും കിട്ടിയിട്ടുണ്ടാകും, പക്ഷേ ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മാന്റെ മുമ്പിൽ നിന്ന്